ഹായ് ഫ്രണ്ട്സ്, ടൂർ ഇട്ട് പോവാ. ഹീറോയിൻ അമ്മ ഹീറോയിൻ മമ്മി പറയുന്നു, നീ പോയിട്ട് അങ്കിൾ ഗാർഡനൊക്കെ പോയി നീ നിറയെ ഫ്ലവേഴ്സ് കൊണ്ടുവരണം. അതുമാത്രമല്ല നിറയെ ഫ്ലവേഴ്സ് കൊണ്ടുവരണം. അമ്മ ഞാൻ പോവില്ല പ്രിയ പറഞ്ഞേക്ക്. അമ്മ പറയുന്നത് അമ്മക്കൂടെ ഒരു പ്രശ്നമുണ്ടോ, അമ്മയുടെ ജോലിയിലുണ്ടോ, നീ അച്ഛനെ കൂടെ പോയിട്ട് വാ. ശരി അച്ഛ, ഞാൻ റെഡി. അച്ഛ ഇതെന്താ അച്ഛ ലുക്ക്? അടിപ്പാവി, ഈ ലുക്ക് മറന്നു മോളോ. നമ്മ പോകുന്നത് കാറിലാണ്. അച്ഛാ അത് കാറ്? ആ നീ പറയുമതി ആ കാറല്ല. എന്ത്? ഒരു ഒരു വണ്ടി കൊണ്ടുവന്നു, ഒരു ഡ്രഗ് വണ്ടി. വാവ് ഡാഡ്. അതാ അതെൻ്റെ ഹീറോയിൻ്റെ ഡാഡി ഫ്രണ്ട് വന്നു. എടാ നീ ട്രക്ക് കേട്ടത് കൊണ്ട് അങ്കിൾ വരുന്നില്ലേ? ഇല്ല മോളെ, നിന്റെ ഡാഡിക്ക് കൊടുത്തത് വണ്ടി. ശരി. ഹീറോയിൻ ഡാഡി പറയുന്നത് റെഡിയാ മോളെ. റെഡി വെച്ചോ. ഈ അച്ഛൻ എന്ത് ചെയ്യും അറിയില്ല. ഹീറോയിൻ വണ്ടി കയറി. അച്ഛനൊക്കെ ലീവാ? എനിക്ക് ഓൾറെഡി ലീവ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നുള്ളത് എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ അച്ഛനെ കൂടെ ഫ്ലവേഴ്സ് ഗാർഡനിക്ക് ഹീറോയിൻ ട്രിപ്പ് പോകാൻ തുടങ്ങി. നമുക്കിപ്പോൾ അണ്ണൻ്റെ സ്റ്റോറിക്ക് പോവാം. അണ്ണൻ പാവമായിരുന്നു. അവിടെ ഇരുന്ന് ഫുഡ് അങ്കിൾ കൊടുക്കായിരുന്നു. അണ്ണൻ നിന്റെ കഷ്ടകാലാണ് അണ്ണൻ. നിനക്കൊരു ഓണർ ഉണ്ടായിരുന്നാ കഷ്ടപ്പെടുമില്ലായിരുന്നു അണ്ണനോട് പറയുന്നത്. അണ്ണൻ അങ്കിളിനെ നോക്കിയായിരുന്നു. അണ്ണനും ഒരുമാതിരി നോക്കി അണ്ണൻ അവിടുന്ന് പോയി. ഫുഡ് കൊടുത്തതിന് അണ്ണൻ എടുത്തുകൊണ്ട് കൂടാക്കിയിടുന്നു. ആ കൂട്ടിൽ പടി ഇരുന്നു. അണ്ണനക്ക് എല്ലാ ഫ്ലാഷ് ബാക്ക് ഓർത്ത് കരയായിരുന്നു അണ്ണൻ. ശരി ഓക്കെ എന്ന് ഹീറോയെ അവിടേക്ക് പ്ലേസ് എത്തി. അങ്കിൾ വന്നെത്തി. ഓ മോളെ, നിങ്ങളല്ലേ നീ എത്തിയോ? അങ്കിള് ഞാൻ എത്തി അങ്കിൾ. ഫ്ലവർ ഗാർഡനിലല്ലേ? മോൾക്ക് ഏതൊരു ഫ്ലവർ വേണം അതെടുത്തു. ഹീറോയെ നിറയെ ഫ്ലവർ മമ്മിക്ക് ലിഫ്റ്റ് നിറയെ ഫ്ലവേഴ്സ് എടുത്തു. അങ്ങനായിട്ട് നിറയെ ഫ്ലവർ എടുത്തു. ഹീറോയ്ക്ക് ഒരു ഫ്ലവർ മേലെ കണ്ണ് വന്നു. അങ്കിൾ ഇതെന്താ ഫ്ലവർ? മോളോ ഇത് ഫ്ലവറാണ്. ഈ ഫ്ലവർ കുറേ ആയി ഇവിടെ ഉണ്ടായിട്ട്. ഇത് അവിടുന്ന് ഫ്ലവർ. അണ്ണനിപ്പോൾ ഇവിടേക്ക് വരിക. ഈ ഫ്ലവറിന് അണ്ണനാണ് യൂസ് ചെയ്യുന്നത്. ശരി അങ്കിൾ, നമ്മളൊക്കെ വേണോ? ഇല്ല, നീ അണ്ണനോട് വേണം ചോദിച്ചാൽ തരും അണ്ണൻ. അങ്ങനെ ഹീറോയിൻ പറയായിരുന്നു അങ്കിളോട് എനിക്കിഷ്ടപ്പെട്ട ഫ്ലവർ ഞാൻ ഒരു ഫ്ലവർ എടുക്കട്ടെ. അണ്ണാന് കുഞ്ഞ് എടുക്കട്ടെ. അണ്ണാന് കുഞ്ഞി ഞാൻ ഹീറോയിൻ അങ്കിളോട് മുണ്ടായിരുന്നു. അണ്ണാന് കുഞ്ഞി ഇങ്ങനെ ഫ്ലവർ എടുത്തുകൊണ്ടായിരുന്നു. അണ്ണാൻ കുഞ്ഞിക്ക് ഒരു ശബ്ദം കിട്ടി. തേർച്ച് നോക്കും ഒരു പക്ഷി. അത് അണ്ണാൻ കുട്ടീനെ പായിച്ചുകൊണ്ട് വന്നു. അണ്ണാൻ ഫ്ലവർ ഉണ്ടായിരുന്നു. അണ്ണാൻ തെറിച്ച് ഓടി വന്നോണ്ട് വന്ന് ഹീറോയിൻ മുട്ട വന്ന് വീണു കാലടി. ഇതെന്താ വീണത്? വാവ്, കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ. അണ്ണൻ കുഞ്ഞ് എടുത്ത് അടിപട്ടിനല്ലോ. അങ്കിൾ മെഡിസിൻ ഇവിടെ ഇതുണ്ട്. ഉണ്ട് മോളെ, ഒരു ബോക്സ് കൊടുത്തു. ഇല്ലേ അണ്ണനക്ക് മരുന്ന് യൂസ് ചെയ്തു. അണ്ണൻ കടിച്ചു മുന്നേ അണ്ണൻ കുഞ്ഞി അങ്ങനെ അണ്ണൻ കുഞ്ഞിനെ എത്തി. അണ്ണൻ കണ്ണ് തുറന്നു ഹീറോയിനെ നോക്കാൻ തുടങ്ങി. അണ്ണൻ കുഞ്ഞും ഒരു അണ്ണൻക്ക് ഹീറോയിനെ നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്കിൾ പറഞ്ഞു ഈ അണ്ണൻ കുഞ്ഞിക്ക് പ്രശ്നമാണ്. ശരി അങ്കിൾ. അണ്ണൻ കുഞ്ഞിനെ ഹീറോയ്ക്ക് പിടിച്ച് അണ്ണൻ കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് അച്ഛൻ അമ്മയില്ലേ? അങ്കിൾ ഒരു സ്റ്റോറി പറഞ്ഞു. അയ്യോ പാവം, നീ എൻ്റെ കൂടെ വരുന്നോ? അണ്ണൻ ഹീറോയിനെ നോക്കാൻ തുടങ്ങി. തലയാട്ട തുടങ്ങി. കൂടെ വരുന്നു പറഞ്ഞിട്ടുണ്ട് അണ്ണൻ കുഞ്ഞി. അങ്ങനെ ഹീറോയിൻ അണ്ണൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. അങ്കിൾ ഓക്കെ. അണ്ണൻ കുഞ്ഞി പാവായി അങ്ങോട്ട് തിരിയായിരുന്നു. ഹീറോയിൻ അങ്ങോട്ട് നോക്കായിരുന്നു. അങ്ങനെ ഫ്ലവേഴ്സ് ഗാർഡനെ നോക്കുമായിരുന്നു അണ്ണൻ കുഞ്ഞി. ഹീറോയിൻ അവളുടെ ഗാർഡനിൽ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഫ്ലവേഴ്സിനെ അതെ അങ്കിൾ ആ ഫ്ലവർ എടുത്ത് വണ്ടിയിൽ വെച്ചു. ഒരു പ്ലേസ് ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഒരു ബോക്സ് അതിൽ ഫ്ലവേഴ്സുണ്ട്. അതിൽ വെച്ച് അത് മണ്ണിലിട്ടിട്ടുണ്ടായിരുന്നു നട്ടത്. ഇതാ മോളെ, ഈ ഫ്ലവർ നീ അണ്ണൻ കുഞ്ഞിൻ്റെതാണ്, നീ എടുത്തുകൊണ്ട് പോയിക്കും പറഞ്ഞു. ഹീറോയിൻ ഓക്കെ പറഞ്ഞു. അണ്ണൻ കുഞ്ഞി കുറച്ച് ഫ്ലവർ എടുത്തുകൊണ്ട് വന്ന് ഹീറോയ്ക്ക് കൊടുത്തു. താങ്ക്സ് അണ്ണൻ കുഞ്ഞി. അങ്ങനെ ഹീറോയിൻ അണ്ണൻ കുഞ്ഞിനെ വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോയി. ഹീറോയിൻ അമ്മയും ശ്രദ്ധിച്ചില്ലായിരുന്നു, അച്ഛനും ശ്രദ്ധിച്ചില്ലായിരുന്നു അണ്ണൻ കുഞ്ഞിനെ. അവർ വണ്ടിയിലെടുത്ത് വീട്ടിലേക്ക് പോയി. ഹീറോയിൻ നൈറ്റായി ഫുഡ് കഴിക്കുമായിരുന്നു രാത്രിയായി. അപ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഇത് കഴിച്ചു. നീ ആരോട് പറയാ? എന്ത് ഇത് അമ്മ? ഇത് അണ്ണൻ കുഞ്ഞാ? അണ്ണൻ കുഞ്ഞാണോ? ഹീറോയിൻ അച്ഛൻ പറയാൻ തുടങ്ങി. ഇത് അണ്ണൻ കുഞ്ഞി. ഇതാ അണ്ണൻ കുഞ്ഞല്ലേ? അതെ അങ്കിൾ പറഞ്ഞത്. അങ്ങനെയാണോ? മോളിപ്പോൾ നോക്കുന്നത്? അതെ ഡാഡി. ശരി ഓക്കെ. ഹീറോയിൻ്റെ മോം ഫുഡ് കൊടുത്തു തന്നെ അണ്ണൻ കുഞ്ഞോട് പറയായിരുന്നു. അണ്ണൻ കുഞ്ഞു നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ, നിനക്ക്
ഒരു വേള സംസാരിക്കാൻ പറ്റിയ നല്ല ഉണ്ടായിരുന്നല്ലേ ഇവർ അച്ഛനമ്മ ജോക്ക് പറയായിരുന്നു. അപ്പം അണ്ണനും കുഞ്ഞ് പറയാൻ തുടങ്ങിയായിരുന്നു, എന്ത് എനിക്ക് സംസാരിക്കാൻ പറ്റൂ? ആ ആരാ ആരാ? അണ്ണൻ കുഞ്ഞ് പറഞ്ഞ ഞാനാ അണ്ണൻ കുഞ്ഞ്. ഇത് കേട്ട് രണ്ടുപേരും അച്ഛനക്ക് ജ്യൂസ് എടുത്ത് തുപ്പി അമ്മനെ മുസിട്ടു. അമ്മൻ്റെ കയ്യിൽ ഫുഡ്, അമ്മ വായിൽ വെച്ച ഫുഡ് താഴെ വീണു. അമ്മ അണ്ണനെ നോക്കി തുടങ്ങി. എന്ത് അതാണ് അങ്ങനെയാണ്. അപ്പം അണ്ണൻ കുഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അപ്പം അച്ഛൻ പറയാൻ തുടങ്ങി, ആരാய்ச்சி നോക്കുക. അയ്യോ നിങ്ങളൊരു ആരാய்ச்சிയും നിങ്ങളും ഒരിക്കൽ മിണ്ടാതിരിക്കില്ലേ നിങ്ങൾ. അങ്ങനെ അച്ഛൻ പറയാൻ തുടങ്ങി. അച്ഛനൊരു ഡോക്ടറായിരുന്നു ഹീറോയിൻ്റെ അച്ഛന്. എന്ത് ഞാൻ ആരാய்ச்சி ചെയ്ത് നോക്കാം? വേണ്ട, നിങ്ങളൊരു ബായ് മിട്, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതെ എനിക്ക് പറയാം എൻ്റെ അച്ഛനും അമ്മയൊക്കും. അങ്ങനെ അണ്ണൻ കുഞ്ഞ് തല വഗ്ഗി. അണ്ണൻ്റെ കുഞ്ഞൊരു കഥ ഹീറോയിൻ്റെ ഡാഡിക്ക് പറയും. അമ്മയെ പറഞ്ഞു, എന്താ നടന്ന കാര്യം വൈഫിനോട് പറഞ്ഞു. അത് സാഡ്, അണ്ണൻ കുഞ്ഞ് നീ വിഷമിക്കാണ്ട, നീ ഞങ്ങളെ അച്ഛനെയും അമ്മയെ വിളിച്ചോന്ന്. അങ്ങനെ അണ്ണൻ കുഞ്ഞ് ഹീറോയിൻ്റെ അച്ഛൻ അമ്മേനെ അമ്മ എന്ന് വിളിക്കായിരുന്നു. അണ്ണൻ കുഞ്ഞിന് ഹീറോയിൻ്റെ അമ്മച്ചൻ അയക്ക് ഒരു ക്യൂട്ട് നെയിം ഇട്ട് വെച്ചായിരുന്നു. നന്നായിട്ട് വിളിക്കുമായിരുന്നു നിക് നെയിം. അങ്ങനെ അണ്ണൻ കുഞ്ഞ് പറയാൻ തുടങ്ങി. ഓക്കെ, അണ്ണൻ കുഞ്ഞ് ഹീറോയിൻ പറയാൻ തുടങ്ങി അമ്മ. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് അണ്ണൻ കുഞ്ഞ് റൂം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു വലിയ ഹൗസ്, അതൊരു ബാർബി ഹൗസ് മതി. ഹീറോയിൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ അണ്ണൻ കുഞ്ഞ് ഹീറോയിൻ കൂടി ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പറയാൻ തുടങ്ങി, അണ്ണൻ എന്ത് പറ്റി? നാളെ എനിക്ക് കോളേജ് ഉണ്ട്, ഫസ്റ്റ് ഡേ കോളേജ്. അണ്ണൻ പറയുന്നത്, എന്താ നാളെ ഫസ്റ്റ് ഡേ കോളേജാണോ? അങ്ങനെ പറഞ്ഞെന്താ? അതെ ഞാൻ സ്കൂൾക്ക് പോവാണ്, അങ്ങനെയാണ് അർത്ഥം. ഓ സ്കൂളാ, ഞാനും കൂടെ വരട്ടെ? അയ്യോ ടീച്ചർ കണ്ട പറയൂ. സാരില്ല, ഞാൻ വീട്ടിലൊന്നുണ്ടാവുക, അണ്ണൻ കുഞ്ഞ് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡി അണ്ണൻ കുഞ്ഞിനോട് ടൈം ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞായിരുന്നു, ശരി ഓക്കെ. അണ്ണൻ കുഞ്ഞും ഹീറോയിൻ ഉറങ്ങി. ഇനി ഇത്ര മണിക്കാണ് ഞാൻ പോകുന്നത് പറഞ്ഞു. എത്ര മണിക്ക് ക്ലാസ് വന്ന് അണ്ണൻ കുഞ്ഞി കേട്ടായിരുന്നു, പറഞ്ഞു കൊടുത്തായിരുന്നു. ഹീറോയിൻ അമ്മ അച്ഛൻ പറഞ്ഞായിരുന്നു, ഇവളോ എനിക്കുമില്ല, എന്ത് ചെയ്യാൻ. ഹീറോയിൻ രാവിലെ മണി അടിച്ചു. ഓ എനിക്കണ്ടേ, എണീടി ഉറങ്ങുന്ന നീ, എണീടി.